ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീസ് ബ്ലോഗ്. ഇന്ന് നമ്മൾ പിപ്പ ചിക്കൻ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഇത് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാം. അതിനാവശ്യത്തിനുള്ള ചിക്കൻ നമുക്കിവിടെ മാറ്റി വെക്കാം. പിന്നെ അതിന് വേണ്ട ചേരുവകൾ നമുക്ക് എടുക്കാം. ആദ്യം നമുക്ക് മുളക് പൊടി ഇടാം. ആവശ്യത്തിന് മുളക് പൊടി ഇടുക. പിന്നെ മല്ലിപ്പൊടി ഇടാം. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് കുറച്ച് യോഗട്ടും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനകത്തോട്ട് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മിക്സിനകത്തോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചതച്ച് വെച്ച ചിക്കൻ ഞങ്ങൾ ഓൾറെഡി ചതച്ച് വെച്ചതാണ്. ആ ചിക്കനകത്തോട്ട് ഇത് മുഴുവൻ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇത് ചെറിയ ചിക്കൻ ആയതുകൊണ്ട് ഞങ്ങളിവിടെ 4 പീസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നാണ്. അറ്റ്ലീസ്റ്റ് ഒരു 6 hours എങ്കിലും നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഇത് വെക്കണം. മസാലയെല്ലാം ചിക്കനെ പറ്റി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം. അപ്പം നമ്മുടെ മസാല തേച്ച ചിക്കനെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഷാലോ ഫ്രൈ ആയതുകൊണ്ട് കുറച്ച് ഓയിൽ മതി. ചൂടാകുമ്പോഴത്തേനും നമുക്ക് ചിക്കൻ അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പീസ് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് വെച്ചിട്ടാണ് ഷാലോ ഫ്രൈ ചെയ്യുന്നത്. ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡിലേക്ക് മാറ്റിടാം. ഇനി നമുക്ക് ചിക്കനകത്തോട്ട് ഇടാനുള്ള ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് 2 ചീസും ഹോം മെയ്ഡ് മയോണൈസും പിന്നെ നമുക്ക് ഫ്രഷ് ക്രീമും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒന്ന് അടിച്ചിട്ടെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ ചിക്കൻ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പൊക്കത്തോട്ട് നമുക്ക് നമ്മുടെ ക്രീമും വെച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീമൊക്കെ ഇത് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.